മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി. എന്നെ ട്രോളാൻ എനിക്ക് ഒരാളുടെ ആവശ്യമില്ല. ഒരാൾക്ക് പറ്റുന്നൊരു അബദ്ധം പൊങ്ങച്ചം. നമ്മുടെ നാട്ടുകാരുടെ മുഴുവൻ ഇപ്പൊ ഞങ്ങൾ തന്നെ പറഞ്ഞതിലും കുറച്ച് പൊങ്ങച്ചം കാണും ഇല്ലേ മഞ്ജു? നമ്മുടെ പ്രീ ഡിഗ്രി കൂട്ടുകാർക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം ഞാൻ തന്നെ സംവിധാനം, ഞാൻ എഴുതിയ കഥ, ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ്, അത് ഞാൻ തന്നെ സംവിധാനം ചെയ്താലേ അതിന് ആത്മാവ് ഉണ്ടാവുള്ളൂ. ഇനി JNPDC അങ്ങനെയാവണമെന്ന്. നിങ്ങൾ തമ്മില് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരമ്മ വെച്ച അളിയന്മാരെന്നൊക്കെ പറയുന്നത് ലിറ്ററലി അങ്ങനെയാണല്ലോ. ഞങ്ങള് നല്ല സുഹൃത്തുക്കളാ. ഓ അതാണ് തുടരും തുടരും തുടരട്ടെ, സന്തോഷമുള്ള കാര്യമാണ്. റാഫി മധുരയായി തുടരും. ഒന്ന് നിങ്ങൾ രണ്ടുപേരുടെ കണ്ണുകള് ഭയങ്കര ബ്യൂട്ടിഫുൾ ഐസ് ആണ് രണ്ടുപേരുടെ. പേര് PDC അത്ര ചെറിയ ഡിഗ്രി അല്ല എന്ന്. പക്ഷെ ആദ്യമായിട്ട് നമുക്ക് കാണാൻ കിട്ടിയത് ഒരു AI പവേർഡ് അല്ലെങ്കിൽ AI വെച്ചുണ്ടാക്കിയ ഒരു പാട്ട്. അതെന്താണ് ഡയറക്ടർ സർ അങ്ങനെ ഒരു മൊത്തത്തിലൊരു കോൺട്രഡിക്ഷൻ? അങ്ങനെ മൊത്തത്തിലൊരു വിഷയമുള്ളതല്ല അത്. പ്രീ ഡിഗ്രി കാലഘട്ടം, എൻ്റെ ഒരു പ്രീ ഡിഗ്രി കാലഘട്ടമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാക്കിയ ഒരു സിനിമ. അതിൽ പൊതുവേ ഞാനൊരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് വരുന്ന ഒരാളാണ്. നമ്മളെ പൊതുവെ ആളുകൾ വിളിക്കുന്നത് കാക്ക കാക്ക എന്നാണ് വിളിക്കുന്നത്. ആ കാക്ക എന്ന് നടക്കുന്ന കാക്കയും പറക്കുന്ന കാക്കയും, ആ രണ്ട് കാക്കകളെ തമ്മിലൊരു സിമിലാരിറ്റി വെച്ചിട്ട് ഞാനൊരു പാട്ട് എഴുതി. ആ പാട്ടിനെ ലിറിക്കൽ വീഡിയോയിലൂടെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നിയോണ്ട് അങ്ങനെ ചെയ്തതാണ്. കൊള്ളാം കേട്ടോ. പറക്കുന്ന കാക്കയും നടക്കുന്ന കാക്കയും ഞാൻ തന്നെയാണ് കാക്ക. ഞാൻ തന്നെയാണ് കാക്ക. എന്നെ ട്രോളാൻ എനിക്ക് ഒരാളുടെ ആവശ്യമില്ല. ആ പാട്ടിലൂടെ എന്റെ ജീവിതം മൊത്തം അതിന് പറഞ്ഞു പോയിട്ടുണ്ട്. റിയൽ ലൈഫ് സ്റ്റോറിയാണോ? റിയൽ സ്റ്റോറി. ബയോ പിക്ചർ പൂർണ്ണമായിട്ടും പറയില്ല, ബയോ ഫിക്ഷണൽ കോമഡി സിനിമ. ഓ അത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. എന്തായാലും PDC അത്ര ചെറിയ ഡിഗ്രി അല്ല എന്ന സിനിമയുടെ പ്രൊമോഷൻ ഇരിക്കുന്ന ടീമിന് മൊത്തം മഴവിൽ മനോരമയുടെ ലൈറ്റ്സ് ക്യാമറ ടോക്കിലേക്ക് സ്വാഗതം. അപ്പൊ ഈ പറഞ്ഞ മാതിരി PDC എന്ന് പറയണതേ നമ്മള് ഇപ്പൊ എനിക്ക് പരിചയമില്ലാത്തൊരു കാലാണ്. ഇപ്പൊ കൂട്ടത്തിൽ ഇപ്പൊ സാർ പറഞ്ഞ സാറിന് പരിചയമുണ്ട്, ജയചേട്ടന് പരിചയം ഉണ്ടാവും, മഞ്ചേച്ചിക്ക് പരിചയം ഉണ്ടാവും ഇല്ലേ? PDC കാലഘട്ടം എന്ന് ഓർക്കുമ്പോ ആദ്യം പോകുന്ന ഒരു മെമ്മറി എന്താ? ആദ്യം പോകുന്ന മെമ്മറി ക്ലാസ് കെട്ടിയല് വെരി നൈസ്. ക്ലാസ് കെട്ടിയല്, സിനിമാക്ക് പോക്ക്, പ്രേമം, ഇതൊക്കെ തന്നെ. വായ്നോട്ടം. പഠിത്തം മാത്രമില്ല, പഠിത്തം ഇല്ല, പഠിത്തൊഴിച്ച് പഠിക്കേണ്ട കാര്യമില്ല. ടീച്ചറിന്റെ കാര്യം അതെങ്ങനെയെങ്കിലും പാസ്സായി പോവായിരുന്നു. സത്യമാണോ? എങ്ങനെ പാസ്സായെന്ന് അറിയാൻ പറ്റില്ല. അതിന് നമ്മൾ നന്ദി പറയേണ്ട അന്ന് പഠിപ്പിച്ച അധ്യാപകരോടാണ്. എപ്പോഴൊക്കെയോ ഈ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നാ? അതൊരു റീസൺ ആണ്. നല്ല കൈയക്ഷരമുള്ളവര് ഇവര് എഴുതി വെച്ചേക്കണ ഇവരെന്തോ കേട്ടല്ലോ. പരീക്ഷ പാസ്സാകാൻ നമ്മുടെ ആള് പറയുന്നത് നല്ല ഹൈഅക്ഷരം മാത്രം മതി എന്നാണ് കേട്ടോ. പക്ഷെ അതൊരു ഫാക്ടറാണ് അല്ലേ? നല്ല ഹാൻഡ് റൈറ്റിംഗ് നല്ല ഹാൻഡ് റൈറ്റിംഗ്, അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. നോ കമന്റ്സ് അല്ലേ? ജയൻ ചേട്ടാ, ഇപ്പോഴും ആൾക്കാർ തോബിയാസ് എന്ന് വിളിക്കാറുണ്ടോ? ഒരുപാട് പേര് വിളിക്കാറുണ്ട്. ഞങ്ങളിപ്പോ പുറത്തിരുന്നേ, ഇവിടെ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ഞങ്ങൾ പുറത്തിരുന്ന് പറയായിരുന്നു, ഈ തോബിയാസിന് ഉണ്ടായിരുന്ന ഒരു സ്വാഗ് ഉണ്ടല്ലോ. പുള്ളി വന്നിരുന്ന പുള്ളിയുടെ ഇന്നോവ കാറും പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പിന്നെ ജയൻ ചേട്ടൻ എന്ന് പറയുന്ന ആളും ഒക്കെ കൂടി പുള്ളിക്ക് ഉണ്ടായിരുന്ന ഒരു ഫാൻ ബേസ് ഉണ്ട്. അതായത് അന്ന് എന്നോ ഇറങ്ങിയ സാധനമാണ്. പക്ഷെ ഇപ്പോഴും ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഈ കാലഘട്ടം ഒക്കെ സഞ്ചരിച്ച് ഇവിടം വരെ നിൽക്കുമ്പോഴും തോബിയാസ് ഒരു വില്ലെന്ന് പറയില്ല, പുള്ളി ഒരു സംഭവമായിരുന്നു. അപ്പൊ അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലാണല്ലോ. അന്ന് അതുപോലെ ആൾക്കാർ വന്ന് സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ നേരിട്ട് കാണുമ്പോഴൊക്കെ. ഒരുപാട് പേര് അതിന്റെ ഇന്ററാക്ഷൻസ് ഭീകരമായിരുന്നു. കാരണം കുടുംബിനികള് ഇപ്പോഴും തോബിയാസ്, കാരണം ആരോ ഇന്നലെ എന്നോട് പറഞ്ഞു, ഫോൺ വിളിച്ചപ്പം ഇതിനകത്ത് കണ്ണൻ താമരക്കുള പറഞ്ഞു. ഇന്നലെ രാവിലെ ഞാൻ കണ്ണനെ എൻ്റെ ഒരു നമ്പർ, ഒരു പ്രൈവറ്റ് നമ്പർ, അതിൽ നിന്ന് ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ജയൻ തോബിയാസ് എന്ന് ഇതിനകത്ത് നമ്മുടെ എന്താ ട്രൂ കോളറിൽ ജയൻ തോബിയാസ് എന്ന് എഴുതി വന്നു. ഞാൻ പറഞ്ഞു 2010 എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ വർക്ക്, പിന്നെ ഞാൻ സീരിയൽ ചെയ്തിട്ടില്ല, 2010 തീരുന്നത്. അന്ന് അത് നിർത്താൻ കാരണം അത് തന്നെ, അത്രയ്ക്ക് ഹിറ്റായപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചക്ക വീണ് മൊയിലേ എത്തുക, ഇതെപ്പോഴും സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ സ്വരം നന്നേ പാട്ട് നിർത്താമെന്ന്. സീരിയൽ അല്ല, സീരിയലിൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, ഇനി ജീവിതത്തിൽ ഒരു നല്ല പേരുണ്ടാക്കാൻ സാധ്യമല്ല എന്നുള്ള എൻ്റെ തിരിച്ചറിവാണ് ഞാൻ അവിടെ വെച്ച് നിർത്തിയത്. ഇപ്പോഴും ട്രൂ കോളറിൽ അങ്ങനെ വരുന്നുണ്ട് ആ പേര്. അതുപോലെ PDC വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി JNPDC അങ്ങനെയാവണമെന്ന് അല്ല, ഞാനെന്നുള്ളതല്ല, ആ സിനിമയെ ഒന്ന് ജനങ്ങളുടെ ഇടയിലോട്ട് എത്താൻ സാധ്യതയുള്ള, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ നമ്മൾ പറഞ്ഞു, ചില സാധനങ്ങൾ ജനങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ, അവനവൻ്റെ ജീവിതമായിട്ട് ഇതിനെ ചേർത്ത് നിർത്താൻ പറ്റുമ്പോഴാണ് നമുക്കിപ്പം ഒരാളോട് ഇഷ്ടം തോന്നുന്നത്. എങ്ങനെ നമുക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ കണക്ടിവിറ്റി ഈ സിനിമക്ക് അതുണ്ട്.
അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിച്ച ആൾക്കാർക്ക് അവരുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു. ഒരാൾക്ക് പറ്റുന്ന ഒരു അബദ്ധം പൊങ്ങച്ചം, നമ്മുടെ നാട്ടുകാരുടെ മുഴുവൻ ഇപ്പം ഞങ്ങൾ തന്നെ പറഞ്ഞാലും കുറച്ച് പൊങ്ങച്ചം കാണും, ഇല്ലേ മഞ്ജു? ഇല്ലേ മഞ്ജു? അപ്പോൾ നമ്മൾ പറയും ഇതിനകത്തൊരു പൊങ്ങച്ചാണ്, ഒരു ഇറച്ചി അടുക്കള കുക്ക് ചെയ്തിട്ട് വെറും പോത്ത് ബീഫ് മേടിച്ച് കുക്ക് ചെയ്യുന്നതാ. പുള്ളി കൂട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഇത് കുക്ക് ചെയ്യുന്നതൊക്കെ വാട്സാപ്പിൽ എടുത്തിട്ട് വീഡിയോ കോൾ എടുത്തിട്ട് എടാ കണ്ടോടാ ഞാൻ കാട്ടുപന്നി ഞാൻ വറുത്തോണ്ടിരിക്കുകയാണ്. സത്യത്തിൽ അത് പോത്താ, ആ കാളയോ മറ്റേ കടയിൽ നിന്ന് മേടിച്ചാ. ഇതൊരു ഷോയ്ക്ക് വേണ്ടി എടുത്തിരുന്നു. ഇത് പിന്നീട് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം. കാര്യം കാട്ടുപന്നിയെ ഒരാൾ പിന്നെ വേവിക്കുന്നു, അയാളെ പൊക്കിയെടുത്ത് അകത്ത് കൊണ്ടിടുന്നു. ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ വിഷയമൊന്നും സമൂഹത്തിലില്ല. പക്ഷേ ഇന്നിപ്പോൾ ഇത് സത്യസന്ധമായിട്ട് കഴിഞ്ഞ ദിവസം റാന്നിയിലും കോന്നിയിലും ഏരിയയിലൊക്കെ സംഭവിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു MLA വന്ന് വഴക്കുണ്ടാക്കുന്നത്. അപ്പം ഇത് അന്ന് ഷൂട്ട് ചെയ്തപ്പം റാഫി ബായ്ക്ക് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നായിരിക്കും ഇന്നത് റിലീസ് ആകുന്നിടത്ത് ഇങ്ങനത്തെ ഇൻസിഡന്റ് ഉണ്ടാകും. അതാണ് നിമിത്തം എന്ന് പറയുന്നത്. അല്ല, എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ. ഇത് കുക്കപ്പ് ചെയ്താണോ എന്നൊരു സംശയം എനിക്ക് കേട്ടോ. ഷൂട്ട് ഇത് ഷൂട്ട് ചെയ്തിട്ട് 6 മാസമായി. ഓ 6 മാസം മുന്നത്തെ കാര്യം. ഞാൻ വിചാരിച്ചു കൊറേ മുന്നേ ആയിരിക്കും. ഇല്ല, 6 മാസം മുമ്പ് ഇത് ഇന്ന് സംഭവിക്കും നമ്മൾ അറിയുന്നില്ല. ഇതിപ്പോ ഈ ഇൻസിഡന്റ് റീസെന്റ് ആണല്ലോ, ഒരാഴ്ച 2 ആഴ്ച മുൻപല്ലേ. ഇപ്പൊ തോബിയാസിന്റെ ലുക്കിന് നേരെ ഓപ്പോസിറ്റ് ലുക്കാണല്ലോ ഇതിലെ ലുക്ക്. അതെ അതെ, ഇപ്പൊ ആ ലുക്കില് മുട്ടയില് വരാതെ കഷണ്ടിയായി. ശരിക്കും ഇതൊരു പയ്യനല്ലേ? ശരിക്കും നമ്മള് ആ സിനിമയുടെ ഷൂട്ടിന് പോയപ്പോഴേ എനിക്ക് ഭയങ്കര ഞാനിങ്ങനെ മാറി നിന്ന് കാണുമ്പോൾ ഒരു ദിവസം ഇവര് ഫുൾ പ്രീ ഡിഗ്രി ബാച്ച് ഫുള്ളും ഉണ്ടായിരുന്നു നമ്മുടെ പാട്ടൊക്കെ എടുക്കുന്ന സമയത്ത്. അപ്പം ഇവർ അവിടെ നിന്ന് 10-15 വർഷം മുന്നിലോട്ട് പോയത് ഇവർ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത്, സംസാരിക്കുന്നത്, കളിക്കുന്നത്, ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഇവർ ആ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ തന്നെ നിൽക്കുവാണെന്ന് തോന്നും. സാറിന്റെ സുഹൃത്തുക്കളും പെൺകുട്ടികൾ ഇപ്പൊ റിയൽ ആൾക്കാരില്ലേ, ഇവരുടെയൊക്കെ അപ്പൊ അവര് പെരുമാറുന്ന എടാ എടി ഇദ്ദേഹത്തിന്റെ കൂടെ പ്രീ ഡിഗ്രിക്ക് പഠിച്ച ആളുകൾ എല്ലാവരും അവിടെ 17 വയസ്സിലും മനസ്സ് 17 വയസ്സിലാണ് നിൽക്കുന്നത്, ശരീരം മാത്രമേ പ്രായം കൂടി. അത് ഷൂട്ടിംഗ് കണ്ടപ്പോ മനസ്സിലായി. നല്ല അതിനകത്ത് കാണാൻ ഭംഗിയുള്ളവരൊക്കെ തന്നെ ചെന്ന് 100 വട്ടം സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സാറ് ചെന്നിട്ട് അപ്പൊ സാറ് ചെന്നിട്ട് എടി നീ അതിങ്ങനെ ചെയ്യ്, അത് നീ ഇങ്ങനെ സഹപാഠികളോട് സംസാരിക്കുന്ന പോലെ അവരെ തിരിച്ചും പെണ്ണുങ്ങളൊക്കെ ഇത്രയും പ്രായമായി 13-14 വയസ്സായി അവര് കല്യാണം കഴിച്ച ഭർത്താക്കന്മാരെ കൊച്ചുമക്കള് ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ മാറി നിൽക്കുക. ഇവരുടെ ഒരു ഇന്ററാക്ഷൻ കണ്ട് അവർ ഇങ്ങനത്തെ മുഖം അമ്മയ്ക്കുണ്ടോ എന്നൊക്കെ വീട്ടിൽ വളരെ സീരിയസ് അമ്മയായിട്ട് തമാശ വളരെ റെയർ ആയിട്ടില്ല അമ്മമാരൊക്കെ പറയാറുള്ളൂ. ഇതങ്ങനല്ല, ഇത് എടി ഇങ്ങോട്ട് പടി അങ്ങോട്ട് പടി എടി എന്നൊക്കെ വിളിക്കുന്നതിനെ ഒരു ഔപചാരികത. നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരിലും ഉണ്ടാവുമല്ലോ ഒരു ഇച്ചിരി ഇങ്ങനെ ഇച്ചിരി തുള്ളിച്ചാടി നടക്കുന്ന അങ്ങനെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ചേട്ടൻ ഉണ്ട്. എല്ലാവരോടും പോയി ഒരു തമാശയൊക്കെ പറഞ്ഞിക്കിളി കൂട്ടി അങ്ങനെ പോകുന്ന ഒരാളുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളുടെ കോളേജ് ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ ലൈഫിലൊക്കെ കണ്ട അങ്ങനെയുള്ള കുറെ പിള്ളേരെന്ന് തന്നെ അവരെ അപ്പോഴും വിളിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നി. അതിപ്പോ നമ്മളെ +2-ലാണെങ്കിലും 10ാം ക്ലാസ്സിൽ വരെ പഠിച്ച അല്ല LKG-യിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പം ആ ഏജിലേക്ക് മാറും. അത് കാരണം നമുക്ക് പറയാനുള്ള അന്നത്തെ വിശേഷങ്ങളാണല്ലോ. സെയിം അത് തന്നെ അന്ന് നമ്മൾ കണ്ടത്. ഇവരെല്ലാരും അതേ പഴയ ബെഞ്ചിലിരിക്കുന്ന പോലെ എല്ലാവരും കുടുകുണാന്ന് വർത്താനം പറയുന്നു, സംസാരം. നമ്മളിതൊക്കെ മാറിന്ന് ഞാൻ ഇവളും കൂടി കസേര ഇട്ടിട്ട് ഞങ്ങൾ അവിടെ കണ്ട് ആസ്വദിക്കുമായിരുന്നു. നിങ്ങൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അവര് വന്ന് ഹെൽപ്പ് ചെയ്യോ ഈ ക്യാരക്ടർ ചെയ്യാൻ? അല്ലെങ്കിൽ ഇത് ഇങ്ങനെ അല്ല കേട്ടോ കറക്ഷൻ, ഞാൻ ഇങ്ങനെ അല്ല കേട്ടോ സംസാരിക്കാൻ അല്ല, അങ്ങനെ സ്ലാങ് ഒന്നും പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് നോർമലി തന്നെ അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം. അവര് ആ ഒരു സ്പേസിൽ നിന്നൊക്കെ പോയി വീട്ടമ്മമാരായിട്ടും അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണം എന്നില്ല. അതിനൊക്കെ സാറുണ്ടല്ലോ അവിടെ. സിനിമ ഇറങ്ങുമ്പോ ആക്ച്വലി ഉണ്ടല്ലോ അപ്പൊ തന്നെ ഹിറ്റാണ്. കാരണം PDC പഠിച്ച എല്ലാരും വന്ന് കാണുമല്ലോ വിത്ത് ഫാമിലി, അവരുടെ മക്കള്. അതാണ് ശരിക്കും ഉദ്ദേശം. ഈ സ്ലാങ്ങിന്റെ ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടി പ്ലോട്ടിൽ തന്നെ നമ്മളൊരു ചെറിയ ചേഞ്ച് ഉണ്ടാക്കി. ഒരു റെസിഡൻഷ്യൽ പാരലൽ കോളേജിൽ പഠിച്ച കുട്ടികളാക്കി. അപ്പൊ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ആലപ്പുഴത്തെ ഭാഷയും കോട്ടയത്തെ ഭാഷയും തിരുവനന്തപുരം ഭാഷയും എല്ലാം മിക്സ് ആയിട്ട് പോകും. മിക്സ് ആയിട്ട് അങ്ങ് നോക്കും. അല്ലെങ്കിൽ പിന്നെ 20 പടം പ്രൊഡ്യൂസ് ചെയ്ത ആളല്ലേ. ആ പ്രൊഡക്ഷന്റെ ഇതാണ് കാണിച്ചത് അല്ലേ. അണ്ട് അതൊക്കെ വിട്ട് ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിക്കാൻ കാരണം എന്താ? എല്ലാ പടങ്ങളും മറ്റുള്ളവരല്ലേ
സംവിധാനം ചെയ്യുന്നത്. ഒരു പടം ഞാനൊന്ന് സംവിധാനം ചെയ്താൽ അത് എങ്ങനെ ഇരിക്കും എന്നതൊന്നു. 2, നമ്മുടെ പ്രീ ഡിഗ്രി കൂട്ടുകാർക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം ഞാൻ തന്നെ സംവിധാനം ചെയ്യും. ഞാൻ എഴുതിയ കഥ, ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ്, അത് ഞാൻ തന്നെ സംവിധാനം ചെയ്താലേ അതിന് ആത്മാവ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അവർക്കുള്ളൊരു ട്രിബ്യൂട്ട് ആണെന്ന്. അല്ല, സത്യമാണ്. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം വളരെ കീനായിട്ട് ഈ അഭിനയം എന്നുള്ളതിനപ്പുറത്തോട്ട് അതിനോട് താതാത്മ്യം പ്രാപിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകാൻ വളരെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. കാരണം മൂന്നാമതൊരു അതിനെന്താ വേണ്ടെന്ന് കൃത്യമായിട്ട് സാറിന് അറിയായിരുന്നു. ഇപ്പൊ നേരിട്ട് കണ്ട് ഡയറക്ടർക്ക് നേരിട്ട് കണ്ട് പരിചയമുള്ള ആളുകളെയാണല്ലോ നിങ്ങളായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവരൊക്കെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? വീണേനെ ആണെങ്കിലും ചേച്ചിനെ ആണെങ്കിലും ഒക്കെ. അത് ഞാനിപ്പോ എന്താ പറയുക, ഇവരതിൽ ആപ്റ്റാണെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് കോള് വന്നപ്പോ നിങ്ങളോട് എന്തായിരുന്നു പറഞ്ഞത്? തീർച്ചയായിട്ടും അല്ല, എന്നോട് ഇങ്ങനെ പറഞ്ഞു, പ്രൊഡ്യൂസർ അദ്ദേഹം ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നതാണ്, പക്ഷെ ഇങ്ങനെയൊക്കെയാണ്. ഇദ്ദേഹം തന്നെ എന്നോട് കഥ പറഞ്ഞത്. അപ്പൊ എനിക്ക് പറഞ്ഞപ്പോൾ തോന്നി എന്താ വെച്ചാല്, ഈ എപ്പോഴും ഈ ബയോപിക് അല്ലെങ്കിൽ ഒരിക്കൽ നടന്നിട്ടുള്ള ഒരു സ്റ്റോറി അതിനൊരു ജീവൻ ഓൾറെഡി ഉണ്ടാവും. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ പോയി സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അങ്ങനെ മറ്റേ വിളിച്ച് കഥ കേട്ട് ഒരു സംഭവം വീണയുടെ കോൺട്രിബ്യൂഷൻ വന്നിട്ടുണ്ട്. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത കുറെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. കറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ വീണ്ടും പറഞ്ഞു. സത്യമാണ്. താങ്ക് യു. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇദ്ദേഹം വിളിച്ച് കഥ പറയുമ്പോൾ നമ്മൾ ഈ കഥയൊക്കെ കേട്ട് അത് പഠിച്ച് നമ്മൾ മാനേജറോടൊക്കെ സംസാരിച്ച് അങ്ങനൊന്നുമില്ല. ഏത് പടം കിട്ടിയാലും അഭിനയിക്കും ഞാനൊക്കെ. കാരണം നമുക്ക് വർക്ക് കിട്ടണ പോലെയാണ്. നമുക്കങ്ങനെ ബാക്ക് ടു ബാക്ക് ഷെഡ്യൂളും വർക്കൊന്നുമില്ല. വല്ലപ്പോഴുമാണ് നല്ല പടങ്ങൾ വരുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത്. അങ്ങനെ അല്ലാതെ ഒരു പടം നമ്മൾ വിളിച്ച് നമ്മൾ പ്രൊജക്റ്റുകൾ പോയി ചെയ്യും. പക്ഷെ ഈ പ്രൊജക്റ്റ് ഞാൻ ചെയ്യുമ്പോൾ ഈ കഥ കേൾക്കുമ്പോൾ എനിക്ക് നോർമൽ എന്നൊരു സംഭവം. പക്ഷെ ഞാൻ ആ ക്യാരക്ടർ പോയി ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ അതാ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹം പൂർണ്ണമായിട്ടും നമുക്ക് ഫ്രീഡം തന്നു. നമുക്ക് എല്ലാ ലൊക്കേഷനിലും കിട്ടാത്തൊരു സാധനം അതൊരു ആർട്ടിസ്റ്റിന്. പക്ഷെ ഒരു ആർട്ടിസ്റ്റിന് കുറച്ച് ഫ്രീഡം തരികയും അവരൊന്ന് കുറച്ച് കൺട്രോൾ ചെയ്യുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാലാണ് രസമായിട്ട് ഔട്ട്പുട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഭയങ്കര ഓവറായിട്ട് അഭിനയിച്ച് കൊളാക്കിയായി അത്രയും വേണ്ട എന്ന് പറഞ്ഞു തരണം ഒരു ഡയറക്ടർ. അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് ഇപ്പം എൻ്റെ ക്രൂ, എൻ്റെ ക്യാമറ ആയാലും എൻ്റെ ടീം ആരായാലും നമ്മുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. ആ ഒരു സീന് എനിക്ക് തോന്നുന്നു, ആ സീനൊക്കെ വേറെ ആരും ഇല്ല. ആ സീനിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു വലിയൊരു സീനാണ്, ചേച്ചിയായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആ സീൻ. പക്ഷെ ഭയങ്കര രസമാണ്, ഞാൻ ഇഷ്ടപ്പെട്ടു. അതെ, എൻഡിൽ വന്നിട്ട് അതെ എൻഡിൽ അത് എന്താ പറയാ, ചിലത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യാന്ന് പറയില്ല. അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു ക്യാരക്ടർ അനി എന്നുള്ള ക്യാരക്ടർ. ഡയറക്ടറുടെ ജീവിതകഥയാണല്ലോ. ആ ജീവിതകഥയിൽ ഡയറക്ടർ റോള് ചെയ്തേക്കുന്നത് ആരാ? ബിനു ചേട്ടൻ. ഓ, അതാണ്. തുടരട്ടെ, സന്തോഷമുള്ള കാര്യമാണ്. റാഫി മധുരയായി തുടരും. സൈഡിൽ കൂടെ സ്വന്തമായിട്ട് അങ്ങ് പ്രൊമോട്ട് ചെയ്യാന്ന്. ഈ ജയനേട്ടാ, ഇപ്പൊ തോബിയാസ് തുടങ്ങിയിട്ടാണല്ലോ, തോബിയാസ് ത്രൂ അല്ലേ പരുന്തും പിന്നീട് അങ്ങോട്ടുള്ള സിനിമകളും ഒക്കെ വരുന്നത്. അത് ആക്ച്വലി പരുന്തിൽ മമ്മൂക്കയാണോ വിളിച്ചത്? ആക്ച്വലി മണി ചെയ്യേണ്ട വേഷമായിരുന്നു, കലാഭവൻ. അപ്പൊ അവര് അതിനടുത്ത പടത്തിലും മണിയെ തന്നെ കല്ലായി അസീസ്. അതെ. അപ്പൊ മണിയെ അടുത്ത പടത്തിലും വെച്ചിട്ടുള്ളതുകൊണ്ട് മായാ ബസാറായിരുന്നു നമുക്ക് അടുത്ത് ചെയ്യേണ്ട പടം. അപ്പം നമുക്ക് പറഞ്ഞു മായാ ബസാറിൽ എന്നാ മണി ചെയ്യട്ടെ. ഇതില് പുള്ളി എന്നെ 2-3 പ്രാവശ്യം വിളിച്ച് കാണുകയും പരിചയപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ മാനസപുത്രി നടക്കുന്ന സമയത്ത്. അങ്ങനെ പരിചയം വന്നിട്ട് ഒരു ദിവസം എന്നെ അവിടെ തിരുവനന്തപുരത്ത് നിന്ന് വിളിപ്പിച്ച് പുള്ളി ഇതിനകത്ത് കാസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെയാണ് എന്നെ വന്നിട്ട് പറഞ്ഞിങ്ങനെ മെയിൻ വില്ലനാണ്, ചെയ്യണം. അങ്ങനെ അതിൽ ഫിക്സ് ചെയ്യുന്നത് പുള്ളിയുടെ ഒറ്റയാളുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു അത്. ജയന്തന്റെ ഫിൽമോഗ്രഫി എടുത്ത് നോക്കുമ്പോഴേ ഇപ്പൊ ദ്രോണ, അതുപോലെ ഉട്ടോപ്യയിലെ രാജാവ്, അങ്ങനെ മമ്മൂക്കയുടെ സിനിമകളാണ് ഒരു മേജർ സിനിമകൾ. അത് സംഭവിച്ചു പോയതാണോ? അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്ത് എന്നെ കൊണ്ടുവന്നു. അപ്പൊ അത് വന്നു കഴിഞ്ഞപ്പോൾ സിനിമക്ക് ഒരു വലിയ പ്രത്യേകത, ഇതിനകത്തൊരു വലിയ കെമിസ്ട്രി ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ഇന്റർവ്യൂവിന് ഇരിക്കുന്നു, നമ്മൾ മനസ്സുകൊണ്ട് ചേരുന്ന 3 പേരും ഡയറക്ടറുമായിട്ട് നമ്മൾ ചേർന്നേ പറ്റൂ, ചേരും. വേറെ വഴിയില്ല. അല്ല, തമാശക്ക് പറഞ്ഞാണ്, അദ്ദേഹം നമ്മളോട് ചേരുന്ന ഒരാളാണ്. അതെ, നമ്മൾ ഇരിക്കുമ്പോൾ ഇപ്പം മഞ്ജൂസുമായിട്ട് എനിക്ക് മനസ്സുകൊണ്ട് ചേരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എത്ര കൊണ്ട് ഇവിടെ ഇരുന്ന് സംസാരിച്ചാലും എനിക്ക് ഫുൾ ഹാർട്ടഡ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഇന്റർവ്യൂ പരാജയമായിരിക്കും വീണയുമായി. അപ്പം ഞങ്ങൾക്ക് 3 പേർക്കും തമ്മിൽ ഇഷ്ടമുള്ളത് കൊണ്ടും കെമിസ്ട്രി വർക്കൗട്ട് ആകുന്നതുകൊണ്ടുമാണ് നമുക്ക് ഇന്റർവ്യൂവിൽ കറക്റ്റായിട്ട് ആൻസർ. ഇത് സിനിമയിലുണ്ട്. സിനിമയിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ പലപ്പോഴും ഞാനത് മുമ്പ് മനസ്സിലാക്കിയിരുന്നില്ല. ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് മറ്റേവരെ വിളിക്കാത്ത ഇവരെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഇപ്പം ലാലേട്ടനായാലും മമ്മൂക്കയായാലും കുഞ്ചാക്കോ അവരൊക്കെ ആയിട്ട് കുറേ പേര് ജെല്ലായിട്ടുണ്ടാവും. അപ്പം ജെല്ലായി കഴിയുമ്പോൾ അവരുടെ അടുത്ത് കംഫർട്ടബിൾ ആയിരിക്കും.
ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പോലും ചമ്മലുള്ള ഒരാളാണ് ഞാൻ. അത് പലരും തിരിച്ചറിയാതെ പോകുന്നത്. നമുക്കൊക്കെ ഉള്ളിലൊരു ഷൈനസ് ഉണ്ടാവും. പക്ഷെ നമുക്ക് കംഫർട്ടബിൾ ആയ ആൾക്കാരുടെ കൂടെയാണെങ്കിൽ നമ്മൾ തുറന്ന് സംസാരിക്കും. ഇല്ല, നമ്മളെ അറിയാം ഇവരുടെ കൂടെ നമുക്കിപ്പം വയറ് ചാടിയിരുന്നാലും എന്ത്, വയറ് കുറഞ്ഞിരുന്നാൽ അല്ലെങ്കിൽ നമ്മൾ മസിലൊക്കെ പിടിച്ച് നമ്മളിരിക്കും. ശരിയല്ലേ? നമുക്ക് ഇഷ്ടമുള്ള നമ്മളെ അറിയുന്നവരുടെ കൂടെ ആകുമ്പോൾ അപ്പോൾ എന്താ പറയുക, ഇതേ കെമിസ്ട്രി അഭിനയത്തിലുണ്ട്. നമുക്ക് കംഫർട്ടബിൾ ആയ ആൾക്കാരുടെ കൂടെ ആണെങ്കിൽ നമ്മൾ ഭയങ്കര രസമായി. അപ്പം അതുകൊണ്ടാണ് അന്ന് ഈ മമ്മൂക്കയുടെ ഗ്രൂപ്പിൽ ചെന്ന് വിട്ടപ്പം മമ്മൂക്കയ്ക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ളത് സിനിമാക്കാർക്കൊരു ബോധ്യതയുള്ളതുകൊണ്ട് ആ കാലയളവിൽ വന്ന് മമ്മൂക്കയുടെ മിക്ക പടങ്ങളിലും ആദ്യം കാസ്റ്റ് ചെയ്യുന്ന ലിസ്റ്റിൽ എൻ്റെ പേരും ഉണ്ടാവും. ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പം അത് കുറേ കാലം നിൽക്കും. പിന്നെ അത് കഴിയുമ്പോൾ പുതിയ ആൾക്കാർ ആ സ്ഥാനത്തോട്ട് വരും. അങ്ങനെ മാറ്റം വരുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ വന്നതായിരിക്കണം. കാരണം കാസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും എൻ്റെ ഹീറോയിൻ ആരായാലും അവർ മറ്റു ആർട്ടിസ്റ്റുകളുടെ ലിസ്റ്റ് ഫുൾ അവർ കാണുന്നുണ്ടല്ലോ, അവരറിയുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്കും കൂടെ അവരെ കൂടെ കംഫർട്ടബിൾ ആക്കേണ്ട ബാധ്യത ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും ഉണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കുറേ പേര് വെക്കുള്ളൂ. അങ്ങനെയാണ് ഞാൻ അതിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. നിങ്ങൾ തമ്മില് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ ഞങ്ങൾ അറിയാത്തത്? ഞങ്ങളൊരു നല്ല ഫ്രണ്ട്സാ. അതായത് ഇവര് രണ്ടുപേരും ഒരമ്മ വെച്ച അളിയന്മാരെന്നൊക്കെ പറയുന്നത് ലിറ്ററലി അങ്ങനെയാണല്ലോ. ഞങ്ങള് നല്ല സുഹൃത്തുക്കളാ. അതല്ല പിന്നെ നമുക്ക് ബിഗ് ബോസിൽ കൂടെ അറിയാമല്ലേ. അങ്ങനെയാണ്. അതല്ലാതെ വേറെ ബന്ധങ്ങളൊന്നുമില്ല. പക്ഷെ എപ്പോഴും ഒരു കണക്ഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്യാലോ. ഒന്നാമത്തെ കാര്യം ഈഗോ ഇല്ലാത്ത രണ്ടുപേരാണ്. എപ്പോഴുണ്ടായാലേ ഞങ്ങള് അമ്മി ഇപ്പൊ ഒരു അന്ന് വീട്ടിൽ വന്ന് തങ്കുനെ കണ്ടിട്ട് വന്ന് ഞാൻ ചേച്ചിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ പോയി വന്നിട്ട് പിന്നെ ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മള് കാണുമ്പോൾ സംസാരിക്കുന്നത് ഇനി എന്താ ഭാവി കാര്യങ്ങൾ, ഇപ്പൊ എങ്ങനെ പോണു, ബർണാച്ചന്റെ കാര്യങ്ങളും അമ്പുച്ചന്റെ കാര്യങ്ങളും. നമ്മൾ എപ്പോഴും കോണ്ടാക്ട് ചെയ്തില്ലെങ്കിൽ നമുക്കറിയാലോ. കോണ്ടാക്ട് ചെയ്യുമ്പോ പഴയ പോലെ അങ്ങനെയല്ലടാ. ഇപ്പൊ എനിക്കറിയാം, നമ്മളെപ്പോഴും എപ്പോഴെങ്കിലും ഒക്കെ ചിന്ത വരും അവൾ അവിടെ ഉണ്ട്, അവൾ സേഫ് ആയിട്ടിരിക്കുന്നു. അങ്ങനെ എപ്പോഴും നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഒരാളാണ് വീണ. അപ്പോൾ അവളവിടെ ഉണ്ടല്ലോ. എന്നെ എന്നും വിളിച്ചില്ലെങ്കിലും എനിക്കറിയാം ഷീസ് ദർ. പക്ഷെ ആ കണക്ഷൻ കൊണ്ടിട്ടാണോ നിങ്ങൾ ലുക്കൊക്കെ ഏതാണ്ട് ഒരേപോലെ ആയി വരുന്നുണ്ട് രണ്ടുപേർക്കും? ഒരു ഭയങ്കര അയ്യോ, ഞാൻ വണ്ണത്തിന്റെ ആരുമേ അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ഫേസ് ഒന്ന്, നിങ്ങൾ രണ്ടുപേരുടെയും കണ്ണുകള് ഭയങ്കര ബ്യൂട്ടിഫുൾ ഐസ് ആണ് രണ്ടുപേരുടെ. കാണാൻ നല്ല ഭംഗിയുള്ള കണ്ണുകളാണ്. പിന്നെ അതുപോലെ ഫേഷ്യൽ സ്ട്രക്ചേഴ്സ്, ഞാൻ പറഞ്ഞ ഇപ്പൊ ഐബ്രോസ്, ഇതൊക്കെ നോക്കുമ്പോ ഏറെക്കുറെ നിങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെ ഫോട്ടോ വെച്ച് നോക്കണം കേട്ടോ. പക്ഷെ എനിക്ക് നോക്കിയിട്ട് ഒരു സിമിലാരിറ്റി. ഹാപ്പി ആയില്ലേ? തൃപ്തിയായില്ലേ? ഇന്നത്തെ ദിവസം ധന്യമായില്ലേ? നന്ദി പറ. എന്നാ ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ശ്രീവിദ്യ മാമിന്റെ പാട്ട് ചെയ്ത് എന്തൊരു ഭംഗിയായിരുന്നു കാണാൻ. അതെന്തോ അബദ്ധം പറ്റിപ്പോയത് നമ്മളെ. എന്തൊരു ഭംഗിയാണ് ജയചേട്ടൻ കണ്ടത്. അയ്യോ, ഒന്നാ പാട്ടിന്റെ ഒരു ഭംഗി, പിന്നെ വീഡിയോ എടുത്തിരിക്കുന്ന മറ്റൊരു ഭംഗി. സത്യം. പിന്നെ ആ ഡ്രസ്സും എല്ലാം ഒരേപോലെ വന്നപ്പം എല്ലാവർക്കും അത് തന്നെയല്ല, ഫേഷ്യൽ എക്സ്പ്രഷൻ അതൊക്കെ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. അല്ല, പക്ഷെ അതായത് ഇപ്പൊ വീണയെ കണ്ടിട്ട് ഒരു കാവ്യമാധവൻ കട്ടുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. പക്ഷെ ശ്രീവിദ്യ മാമിന്റെ കട്ടുണ്ട് എന്ന് അങ്ങനെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആദ്യം പറയുന്ന സുകുമാരിയമ്മ, ഫസ്റ്റ് പറയുന്ന സുകുമാരിയമ്മ. എന്റെ ആദ്യത്തെ സീരിയൽ ഞാൻ ഹീറോയിനായിട്ട് അഭിനയിക്കുന്നത് സസ്നേഹം എന്ന് പറഞ്ഞ സീരിയലാ. അപ്പോ അതിനകത്ത് ഞാനും അമ്മയാണ് ലീഡ് റോള്. അമ്മയുടെ കൊച്ചുമോളായിട്ടാ ഞാൻ അഭിനയിക്കുന്നത്. ഒരു 1.5 വർഷം പോയ സീരിയലാണ്. എനിക്ക് അങ്ങനെ വലിയൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അമ്മയുടെ കൂടെയാണ് എൻ്റെ ആദ്യം ഫസ്റ്റ് ഹീറോ. സീതാലക്ഷ്മി എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ ആ സമയത്ത് അമ്മയുടെ കൂടെ ഞാൻ അഭിനയിക്കുമ്പോൾ അമ്മ ഇങ്ങനെ ഇരുന്നിട്ട് അമ്മ എല്ലാരും അമ്മ എന്നാ വിളിക്കുക. അത് അമ്മയെ വർക്ക് ചെയ്തിട്ടുള്ള ഇല്ലമ്മ അങ്ങനെ പറയുള്ളൂ. അപ്പോൾ ഇങ്ങനെ എന്നോട് ഇരുന്ന് സംസാരിച്ച സമയത്ത് എവിടെയോ അങ്ങനെ നിനക്ക് ഛായ എന്നല്ല പറയുന്നത്, പക്ഷെ എന്തോ ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു ആണോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സമയത്താണ്, ആ കാലയളവിലാണ് അമ്മ ശ്രീവിദ്യാമ്മ ശരിക്കും, ഞാൻ ആ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീവിദ്യാമ്മ മരിക്കുന്നത്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ട്രസ്സാ. എനിക്ക് ഏറ്റവും എൻ്റെ പഴയ ഇന്റർവ്യൂലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ട്രസ് എന്ന് പറയുന്നത് ശ്രീവിദ്യാമ്മയാണ്. ശ്രീവിദ്യാമ്മയുടെ സൗന്ദര്യമാണ് ഏറ്റവും ഇഷ്ടം. ഭയങ്കര സൗന്ദര്യമായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ ചെയ്യണം എന്നല്ല. അതിനുശേഷം മെഹുമൂസ ചെയ്തപ്പം സുരേഷ് ഏട്ടൻ ഇങ്ങനെ ഓപ്പോസിറ്റ് സീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു, അങ്ങനത്തെ റിയാക്ഷൻ നിന്റെ ഫേസിൽ വരുന്നു ശ്രീവിദ്യ. അപ്പം ഞാൻ പറയേ സത്യമായിട്ട് മറ്റേ നമുക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഓസ്കാർ കിട്ടുന്നില്ല. നമ്മൾ അത്രയോ ആരാധിക്കുന്ന മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ അത്ര ആരാധിച്ചിരുന്ന ഒരു ഇപ്പോഴും ആരാധിക്കുന്ന ഒരു ആക്ട്രസ് ആണ് അവര്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ചുമ്മാ ഞങ്ങളൊരു പ്ലാൻ ചെയ്ത് അതേപോലത്തെ സാരിയൊക്കെ സെറ്റ് ചെയ്ത് എൻ്റെ വീട്ടിനകത്ത് ഷൂട്ട് ചെയ്തേക്കുന്ന ഹാളില്
വീണയൊക്കെ നമ്മൾ റെന്റിനൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്തതാ. പക്ഷെ അത് ഇടുന്ന സമയത്തെ അവസ്ഥ എന്താണെന്നറിയോ, ഞാൻ ഇവിടുന്ന് ബിഗ് ബോസിന്റെ ഫിനാലയ്ക്ക് വേണ്ടി ഫ്ലൈറ്റ് ഇവിടുന്ന് കയറുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ അഭിയ ചെയ്തത്. അവനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ ഇത് ഇട്ടോ, ഒരുപാട് തെറിവിളി കേൾക്കുകയാണെങ്കിൽ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തേക്കണം. അങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നോ? പിന്നെ ചെയ്യുന്നത് വലിയൊരു ആർട്ടിസ്റ്റിന്റെ അല്ലേ, അപ്പൊ ഒരുപാട് ആൾക്കാർ നെഗറ്റീവാ പറയുന്നെങ്കിൽ ഡിലീറ്റ് ചെയ്തേക്കണം. ഇനി അഥവാ തീരെ വീഡിയോ കയറുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് ബൂസ്റ്റ് ചെയ്യാം, പൈസയൊക്കെ കൊടുത്തിട്ട്, കാരണം ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ ചെയ്തതല്ലേ. അപ്പൊ ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി അവിടെ എത്തി, ഹോട്ടലിൽ കയറുമ്പോൾ എനിക്ക് ഫസ്റ്റ് കോൾ വരുന്നത് പിഷാരടിയുടെയാ. അപ്പൊ ഫോൺ ഓൺ ചെയ്ത് അപ്പൊ ഫസ്റ്റ് കോൾ, നീ ഒരു സാധനം ചെയ്തത് ഞാനിപ്പോ കണ്ടു, അതിനകത്ത് എന്തോ ഉണ്ട്, പക്ഷെ നീയും അത് തമ്മിൽ ബന്ധമൊന്നുമില്ല, പക്ഷെ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പോയ സാധനം പിന്നെ അത് മില്യണായി. അത് കൊറിയോഗ്രാഫി ചെയ്ത ശാന്തി മാസ്റ്റർ എന്നെ ഫോൺ വിളിക്കുന്നു. മാസ്റ്റർ നമ്പർ എടുത്തിട്ട് ജയജന ചേച്ചി നമ്പർ എടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കൊറിയോഗ്രാഫി ചെയ്തത് നന്നായിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു സിനിമ ചെയ്യുന്നതിലേക്കായി കൂടുതൽ കിട്ടിയൊരു ബ്രേക്ക് ആയിരുന്നു അത്. സമയത്ത് ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ട സാധനം. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഇത് ഇത്ര മാസം മുന്നേ ചെയ്തതാ, എല്ലാരും ഇതന്നെ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കണം. ഞാനൊരു സിനിമ ചെയ്തിട്ടുള്ള ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല അതെന്ന് വെച്ചാ അത് എന്റെ ഗുണല്ല, മനസ്സിലായി, ആക്ട്രസിന്റെ ഒരു സാധനം ചെയ്യാൻ ശ്രമിച്ചതിന്റെ. അതിനകത്ത് എന്തോ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എപ്പോഴും എപ്പോഴും കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു. ഞാൻ ഹാപ്പിയാണെന്ന്. നന്നായിട്ടുണ്ട് ആ ഇട്ട എഫേർട്ടൊക്കെ. ഇറ്റ്സ് ഓൾ വർത്ത്. താങ്ക് യു. നല്ല ഭംഗിയായിട്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി ജയൻ ചേട്ടൻ എന്ത് ഭംഗിയായിട്ടാ പാടുന്നത്. നമുക്കൊരു പാട്ട് പാടണ്ടേ? ഞാനേത് പാട്ട് പാടാനോ? ഞാൻ കേട്ടത്, ഞാൻ ആക്ച്വലി കേൾക്കണം പറയണം എന്ന് വിചാരിച്ചത് അനുരാഗിണിയാണ്. പക്ഷെ അതിന്റെ ഒരു ഫുള്ള് പാടിയത് ഞാൻ കേട്ടു ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത സമയത്ത്. വേറെ ഏതെങ്കിലും ഒരു പാട്ട് പാടോ? മാണിക്യ മലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ, വിലസിടും നാരീ. നന്നായിണ്ട്. ഒരു സിനിമ ഡയറക്ട് ചെയ്തില്ലായിരുന്നോ? അതിന്റെ ഷൂട്ടിംഗ് ചേച്ചിയുടെ മോള് അവളാണ് ഒരു മെയിൻ ക്യാരക്ടർ. അതിന്റെ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു. അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് അതിന്റെ പ്രൊഡ്യൂസർ മരണപ്പെടുകയാണ്. അപ്പൊ ആ വീട്ടുകാര് അവര് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ്. അതിന്റെ ഒരു കാലതാമസമാണ് സിനിമയ്ക്ക് ബാലൻസിലുള്ളത്. അത് ആക്ച്വലി ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന പടമല്ലത്. ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്ന വേറൊരു പടമാണ്. അത് കുറച്ച് ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻ, ഒരു കുറച്ച് സെക്സൊക്കെ കുറച്ച് കൂടുതൽ വരുന്ന ഒരു പടമാണ്. അപ്പം അത് ഞാൻ അങ്ങനെ കുറച്ച് പ്രിപ്പറേഷൻ വേണ്ട ഒരു പടമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ വൈഫും ഒക്കെ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ചെയ്യുന്നതിൽ തെറ്റില്ല, പക്ഷെ അത് ആൾക്കാർ കണ്ടിട്ട് അതിനെ വേറൊരു ലെവലിലോട്ട് അപ്പം അതിനകത്ത് കുറച്ച് ന്യൂഡിറ്റി ഒക്കെ വരുന്നുണ്ട് ആ കഥയ്ക്കകത്ത്. അപ്പം അതുകൊണ്ടിട്ടാണ് അതൊരു ഭയന്ന് അവർ കുറച്ച് മീറ്ററിൽ പോകണം. അപ്പം ഞാൻ സുരേഷ് ഗോപിയായിട്ട് ഞാൻ സംസാരിച്ചു. സുരേഷ് ഏട്ടന് ഭയങ്കര ഇഷ്ടമായി. അപ്പം എടാ ഈ സീൻ ഞാൻ എന്ത് ഇവിടെ ഹസ്ബൻഡും വൈഫും ഒരു ഇൻറ്റിമസി സീനുണ്ട്. അത് നമ്മളത് അല്ല, സുരേഷ് ഏട്ടനോട് ഞാൻ സബ്ജക്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി അത് കേട്ട് എന്നോ എല്ലാം എനിക്കിഷ്ടമാണ്, ഞാൻ ഈ സീൻ എന്ത് ചെയ്യടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ സീൻ ഞാനൊന്ന് ട്രിം ചെയ്താലോ. അത് ചെയ്താത്തതാണ്, പക്ഷെ ആ ട്രിം ചെയ്ത സിനിമ പോയില്ലേ. സത്യത്തിൽ അവരുടെ ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ബെഡ്റൂമിലുള്ള അവരുടെ ഒരു ഇൻട്രാക്ഷനാണ് അതിൻ്റെ സിനിമയുടെ പഞ്ച്. അപ്പം അതിങ്ങനെ കൺഫ്യൂഷനായി ഞങ്ങളത് റൈറ്റ് ചെയ്ത് റീറൈറ്റ് ചെയ്ത് അതിനകത്ത് ആ ഒരു ഏരിയ നമുക്കൊരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരു ഭയമുണ്ട്, അതിൻ്റെ സർട്ടിഫിക്കേഷൻ വരുമ്പം എയിലോട്ടൊക്കെ പോകാൻ സാധ്യത. അപ്പോൾ അതൊരു ഭയന്ന് ഞങ്ങളിങ്ങനെ അതിൻ്റെ വർക്കിൽ നിൽക്കുമ്പോഴാണ് ഞാൻ അഭിനയിക്കാൻ ഈ പടത്തിൽ അഡ്വാൻസ് വാങ്ങിച്ചിരുന്നത്. അപ്പം അവസാനം പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ആ ഡയറക്ടറിൽ അത്ര വിശ്വാസം പോരാ, ജയൻ ചേട്ടൻ അസിസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉള്ളതല്ല, ജയൻ ചേട്ടൻ ഒന്ന് ഡയറക്റ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എൻ്റെ കൺട്രോളർ എല്ലാവരും കൂടെ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇന്ന് അഡ്വാൻസ് പിടിച്ചോളൂ, ജയൻ ചേട്ടൻ ഡയറക്റ്റ് ചെയ്യണം, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ജയൻ ചേട്ടൻ ഇതിൽ അഭിനയിക്കരുത്. ഞാൻ അഭിനയിച്ചിട്ടില്ല പടത്തിൽ. അപ്പം അത് അങ്ങനെ ഡയറക്റ്റ് ചെയ്തൊരു പടമാണ് ഉർവശി. അങ്ങനെയാണ് സത്യത്തിൽ ഇന്ദ്രൻ ചേട്ടൻ്റെ ക്യാരക്ടർ. അപ്പം പിന്നെ അത് ഒന്നുകൂടെ റീറൈറ്റ് ചെയ്ത് ആ ക്യാരക്ടർ ബൂസ്റ്റപ്പായി. ഇന്ദ്രൻ ചേട്ടൻ ആ ക്യാരക്ടർ പുള്ളി ആപ്റ്റുമാണ് കേട്ടോ ആ ക്യാരക്ടർ. അപ്പം അങ്ങനെ ഒരു സാധനമാണത് വന്നത്. ഞാൻ അഭിനയിക്കേണ്ടിയിരുന്ന പടമാണ്, വകമാറി ഡയറക്റ്റ് ചെയ്തു എന്നുള്ളതാണ് സത്യം.
അഭിനയിക്കുന്ന സിനിമകൾ ഈ പറഞ്ഞ പോലെ മനസ്സിലാഗ്രഹിക്കുന്നത് പോലെ ഫുൾ ഓൺ കോമഡി ആയിട്ടൊക്കെ അല്ല, ഇനി ഒരുപാട് ഇനി റോളുകൾ നമ്മൾ അടുത്ത പടത്തിൽ ഞാൻ ചെയ്യുന്ന പടത്തിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ അഭിനയിക്കുന്നുണ്ട്. ഞാൻ ഇപ്പം മനസ്സിലാക്കിയ സിനിമ നമ്മൾ കാലങ്ങൾ കഴിയുമ്പോഴാണ് പഠിക്കുന്നത്. ഇപ്പം എന്താ മുൻപെന്ന് വെച്ചാൽ നമ്മൾ സിനിമയ്ക്ക് ചാൻസ് ചോദിച്ച് നടന്ന് എനിക്കൊരു വേഷം തരുമോ എന്ന് ചോദിച്ചു ഒരു വേഷം ഉണ്ടാക്കി അഭിനയിക്കുന്ന. ഇപ്പം അങ്ങനല്ല സിനിമ. സ്റ്റാറുകൾ പോലും ചെയ്യുന്നത് ദേ മേക്ക് ദെയർ ഓൺ മൂവീസ്. അവർക്ക് ഇഷ്ടമുള്ള, അവർക്ക് ചെയ്യണമെന്ന് തോന്നുന്ന ക്യാരക്ടേഴ്സ് അവരുണ്ടാക്കി, അവർക്ക് വേണ്ടപ്പെട്ടവരെ കൊണ്ട് എഴുതിച്ച്, അവർക്ക് വേണ്ടപ്പെട്ടവരെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യിച്ച് അവർ വരികയാണ്. അപ്പം ഈ സംഭവം എനിക്കും വൈകിയ എൻ്റെ തലയിൽ ഉദിച്ചു. അപ്പം ഇപ്പം ഞാൻ ചെയ്യുന്നത് നമുക്ക് കൂടെ എന്ന് വെച്ചാൽ ഞാനല്ലല്ലോ ഹീറോ ആയിട്ട് ഞാൻ ചെയ്ത ഒരാൾ പോലും സിനിമ കാണാൻ കയറില്ല, അതെനിക്ക് തിരിച്ചറിവുണ്ട്. പക്ഷേ എനിക്ക് കൂടെ ഒരു സ്പേസ് എനിക്കും ഉണ്ട് മലയാള സിനിമയിൽ. അപ്പം അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹീറോസായിട്ട് കച്ചവട സാധ്യതയുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് എനിക്കും കൂടെ എക്സൽ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിന് പ്ലേസ് ചെയ്യത്തക്ക രീതിയിലുള്ള സബ്ജക്ട്സാണ് ഇപ്പം ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന. ഒരു ഫീമെയിൽ ഓറിയന്റഡ് ആണ്, ഒരു +2 പഠിക്കുന്ന ഒരു കുട്ടിയുടെ കഥയാണ്. PDC ഇപ്പൊ ഈ പറഞ്ഞ മാതിരി സിനിമയുടെ സെറ്റിൽ നിങ്ങൾക്കുണ്ടായിരുന്ന അതേ ഫൺ തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ഞങ്ങൾക്കും ഉണ്ടാവട്ടെ. PDC ഒരു വൻ സക്സസ് ആയി മാറട്ടെ. നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്ന പോലത്തെ സിനിമകൾ വരട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞങ്ങളെ ഒരുപാട് സന്തോഷിപ്പിച്ചതിന് നന്ദി കേട്ടോ. താങ്ക് യു.